നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാന് നേരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടത്തിയ സൈനിക നടപടി നിർത്തിവച്ചത് സംബന്ധിച്ച് പാർലമെന്റിൽ പ്രതികരണവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഒരു പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യതയോടെയുള്ള ഉത്തരവാണ് രാജ്നാഥ് സിംഗ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച രാഷ്ട്രീയവും സൈനികവുമായ ലക്ഷ്യങ്ങൾ കൈവരിച്ചതിനാലാണ് ഇന്ത്യ നടപടികൾ, അത് ഓപ്പറേഷൻ സിന്ദൂർ പോലെ സൈനിക നടപടികൾ പാകിസ്ഥാന് മേൽ നിർത്തിവച്ചതെന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ്. അതായത് പാകിസ്ഥാൻ നമ്മൾ ആദ്യം കയറി, അതായത് ഭാരതം ആദ്യം കയറി പാകിസ്ഥാനെ ആക്രമിച്ചതല്ല. പാകിസ്ഥാൻ ഇങ്ങോട്ട്, അതായത് പഹൽഗാമിൽ വന്ന് 26 വിനോദസഞ്ചാരികളെ, നിരപരാധികളായ വിനോദസഞ്ചാരികളെ വെടിവെച്ചു കൊന്നു. അതിന്റെ ഒരു സൈനിക നടപടി എന്നോണമാണ് നമ്മൾ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഒരു സൈനിക നടപടി നടത്തിയത്. അതിൽ പാകിസ്ഥാനിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ നമ്മുടെ ലക്ഷ്യം തീവ്രവാദ ക്യാമ്പുകളായിരുന്നു, തീവ്രവാദികളെ മാത്രമായിരുന്നു ലക്ഷ്യം. അതാണ് നമ്മൾ നടത്തിയത്. പക്ഷെ പാകിസ്ഥാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു ലക്ഷ്യവുമില്ലാതെ നിരപരാധികളായ ജനങ്ങൾക്ക് നേരെ അവരെ ആക്രമണം നടത്തുകയും ഇങ്ങോട്ടേക്ക് മിസൈലേക്ക് അയക്കുകയും ചെയ്തപ്പോഴാണ് നമ്മൾ ശക്തമായി തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം ഘട്ടം പാകിസ്ഥാനിലേക്ക് നടത്തിയതെന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. തന്റെ ഇടപെടൽ മൂലമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചതെന്ന് US പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദത്തെ രാജ്നാഥ് സിംഗ് അപ്പാടെ തള്ളിക്കളയുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം മൂലമാണ് ഈ ഓപ്പറേഷൻ നിർത്തിവച്ചതെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതവും തികച്ചും തെറ്റുമാണ്. കൂടാതെ രാജ്നാഥ് സിംഗിന്റെ ഓരോ മറുപടിയും രാഹുലിനും കോൺഗ്രസിനും ഉള്ളതായിരുന്നു. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും നുണ പറയാതിരിക്കാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യം അതിർത്തി കടക്കുകയോ അവിടുത്തെ പ്രദേശം പിടിച്ചെടുക്കുകയോ ആയിരുന്നില്ല. വർഷങ്ങളായി പാകിസ്ഥാൻ പരിപോഷിക്കുന്ന ഭീകരവാദത്തിന്റെ ആ വേര് അറുത്തുമാറ്റുക, അതിനെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന്റെ പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യം ഇന്ത്യ കൈവരിച്ചതോടെ നടപടികൾ നിർത്തിവച്ചു. മെയ് 10 ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെ ഒന്നിലധികം വ്യോമത്താവളങ്ങളിൽ ശക്തമായ പ്രഹരം ഏൽപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ പരാജയം സമ്മതിക്കായിരുന്നു. വെടിനിർത്തലിന് സന്നദ്ധ അറിയിക്കുകയും പാകിസ്ഥാൻ ചെയ്തു. അവർ നമ്മുടെ DGMOയോട് സംസാരിക്കുകയും നടപടികൾ നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ഓപ്പറേഷൻ താത്കാലികമായി നിർത്തിവെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന വ്യവസ്ഥയോടുകൂടിയാണ് ഈ വാഗ്ദാനം ഉണ്ടായത്. അല്ലാതെ ട്രംപ് ഇടപെടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കാരണം തുർക്കി പാകിസ്ഥാന് കൊടുത്ത ഡ്രോണുകൾ, അതേ ഡ്രോണുകൾ പാകിസ്ഥാൻ നമുക്ക് നേരെ പ്രയോഗിച്ചപ്പോൾ അത് ഒന്നും തന്നെ ഭാരതത്തിന്റെ മണ്ണിലേക്ക് വീഴാതെ നമ്മുടെ യുദ്ധസന്നാഹങ്ങൾ, യുദ്ധ ഉപകരണങ്ങൾ എല്ലാം തന്നെ അതിനെ കൃത്യമായി തന്നെ നമ്മൾ തടയുകയും ചെയ്തു. അങ്ങനെ ശക്തമായ ഓരോ ആക്രമണത്തിലും പാകിസ്ഥാന്റെ റാവൽപിണ്ടി അടക്കമുള്ള ബേസ് ക്യാമ്പുകൾ തകർന്ന് തരിപ്പണമാവുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപത്ത് വരെ നമ്മുടെ മിസൈലുകൾ വന്ന് പതിക്കുന്നു. അങ്ങനെ ഇന്ത്യയോട് കളിച്ചാൽ എന്താവും അവസ്ഥ എന്ന് പാകിസ്ഥാന് കാര്യങ്ങൾ മനസ്സിലായതോടുകൂടിയാണ് അർദ്ധരാത്രിയോടുകൂടി അല്ലെങ്കിൽ അതിരാവിലെയോടുകൂടി തന്നെ സൈനികത്തിന്റെ പ്രത്യേക ചുമതലയുള്ള DGMOയൊക്കെ വിളിച്ചിട്ട് ഈ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ സീസ് ഫയർ കൊണ്ടുവരാം എന്ന ധാരണയിലേക്ക് എത്തുന്നത്. അങ്ങനെ അതിൽ ട്രംപിന്റെയോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ ഒരു തരത്തിലുമുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഒരു തേർഡ് പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ഇതിൽ വന്നിട്ടില്ല. പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിച്ചു, നമ്മൾ സമ്മതിച്ചു. കാരണം ഇന്ത്യക്ക് വീണ്ടും ഒരു ആക്രമണം നടത്തണം, അങ്ങനെ ഒരു ലക്ഷ്യമൊന്നുമില്ല. പാകിസ്ഥാൻ ഇങ്ങോട്ട് അടിക്കുന്നു, അതിന്റെ ഒരു മറുപടി നമ്മൾ കൊടുക്കുന്നു. അത് മാത്രമാണ് ഇന്ത്യ ചെയ്യുന്നതെന്ന് തന്നെയാണ് രാജ്നാഥ് സിംഗ് ഇന്ന് പാർലമെന്റിൽ ഊന്നി പറയുന്നത്. ഭാവിയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടായാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുമെന്നും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് രാജ്നാഥ് സിംഗ് പറയുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാന് നേരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടത്തിയ സൈനിക നടപടി നിർത്തിവച്ചത്, അതുമായി സംബന്ധിച്ച് പാർലമെന്റിൽ പ്രതികരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ്. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യതയോടെയുള്ള ഉത്തരവാണ് അദ്ദേഹം നൽകിയത്. കൂടാതെ പാകിസ്ഥാനിൽ ഭീകര ക്യാമ്പുകളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കി. കാരണം ഇന്ത്യക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ അത് തകർത്തു. ആ ലക്ഷ്യം നമ്മൾ വിജയിച്ചതോടുകൂടി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള സൈനിക നടപടികൾ നിർത്തിവെക്കുകയും മെയ് 10 ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെ ഒന്നിലധികം വ്യോമത്താവളങ്ങളിൽ ശക്തമായി പ്രഹരിച്ചപ്പോൾ പാകിസ്ഥാൻ പരാജയം സമ്മതിക്കുകയും അങ്ങനെയാണ് ഒരു സീസ് ഫയറിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് രാജ്നാഥ് സിംഗ് വീണ്ടും പറയുന്നത്. അവർ നമ്മുടെ DMനോട് സംസാരിക്കുകയും അങ്ങനെയാണ് നമ്മൾ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഭാവിയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും തരത്തിൽ ഒരു നടപടി ഉണ്ടായാൽ ഈ ഓപ്പറേഷൻ പുനരാരംഭിക്കുമെന്നാണ് രാജ്നാഥ് സിംഗ് പറയുന്നത്.
ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ സൈനിക നടപടിയിൽ 100-ലധികം ഭീകരരും അവരുടെ പരിശീലകരും നടത്തിപ്പുകാരും സഹായികളും കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇവരിൽ ഭൂരിഭാഗം പേർക്കും ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എന്നും രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട്. 22 മിനിറ്റിനുള്ളിൽ ഈ ഓപ്പറേഷൻ അവസാനിപ്പിച്ചതായും പ്രതിരോധ മന്ത്രി പറയുന്നു. സ്വയം പ്രതിരോധത്തിനായിരുന്നു ഇന്ത്യൻ സൈനിക നടപടി. മെയ് 10-ന് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ മിസൈലുകളും ഡ്രോണുകളും റോക്കറ്റുകളും മറ്റ് ദീർഘദൂര ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് വലിയ തോതിലുള്ള ആക്രമണം നടത്തിയെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. എന്നാൽ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനവും ഡ്രോൺ പ്രതിരോധ സംവിധാനവും ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ഈ ആക്രമണം പൂർണ്ണമായും പരാജയപ്പെടുത്തിയെന്ന് പറയുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നാണ് രാജ്നാഥ് സിംഗ് ഇന്ന് പാർലമെന്റിൽ പറഞ്ഞത്. പാകിസ്ഥാൻ നമ്മുടെ ലക്ഷ്യങ്ങളിലൊന്നും ആക്രമണം നടത്താൻ കഴിഞ്ഞില്ല. നമ്മുടെ പ്രധാനപ്പെട്ട വസ്തുക്കൾക്കോ ഒരു തരത്തിലുമുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. നമ്മുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ അജേയമായിരുന്നു. എല്ലാ ആക്രമണങ്ങളും പരാജയപ്പെടുത്തിയെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. സീസ്ഫയർ പ്രഖ്യാപിച്ച സമയത്ത് പോലും അന്ന് രാത്രിയും നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ 24 മണിക്കൂറും കണ്ണും നട്ട് രാത്രി ഇരിക്കുന്നൊരു അവസ്ഥയായിരുന്നു. കാരണം പാകിസ്ഥാനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സീസ്ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേക്ക് അവർ ചുമ്മാ തോക്കെടുത്ത് വെച്ച് ഇങ്ങോട്ടേക്ക് വെടിവെക്കുന്ന ഒരു രീതി പകലും എല്ലായ്പ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ നിമിഷം പോലും നമ്മൾ 24 മണിക്കൂറും അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.